എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് രണ്ട് പോസ്റ്റുകളാണ്. ഒന്ന് അസിസ്റ്റൻറ്റും രണ്ടാമത് ജലവിതരണ വകുപ്പിലേക്കുള്ള വേക്കൻസിയുമാണ്. കേരളത്തിലാണ് പോസ്റ്റിംഗ്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. രണ്ട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്നത് SSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ്. SSCയുടെ ഫേസ് 14 നോട്ടിഫിക്കേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നാമത്തെ പോസ്റ്റ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. ER11326 ആണ് പോസ്റ്റ് കോഡ്. കേരളത്തിൽ ഏഴ് പ്ലേസുകളിൽ ഇതിന് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. 4 മെയ് 2026 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യുമ്പോൾ 100 രൂപ ഫീസുണ്ട്. SC ST വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന 10ാം ക്ലാസ് പാസ്സാണ്. മിനിസ്റ്റർ ടെക്സ്റ്റൈൽസിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സെൻട്രൽ സിൽക്ക് ബോർഡിലേക്കാണ്. 21,700 മുതൽ 69,100 വരെ ബേസിസ് സാലറി ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്ത പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. CR13426 ആണ് പോസ്റ്റ് കോഡ്. കൊച്ചിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. മിനിസ്റ്റർ ജലശക്തിയിലേക്കാണ്, ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ റിസോഴ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 44,900 മുതൽ 1,42,200 വരെ ബേസിസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. 18 മുതൽ 30 വയസ്സ് അൺറിസർവ്ഡിനും 33 വയസ്സ് OBCക്കും 35 വയസ്സ് SC ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൺറിസർവ്ഡിന് 8 വേക്കൻസി, STക്ക് 2 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, EWSന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ടോട്ടൽ 13 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. SSCയുടെ വൺ ടൈം പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ 100 രൂപ ഫീസ് ഉണ്ട്. അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്